അങ്ങനെ നമ്മുടെ നീരപ്പന്റെ എക്സാം ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി കുട്ടിക്ക് കുറച്ച് ദിവസത്തേക്ക് മുടക്കാം. തീറ്റപ്പാടെ വേഗം കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നീരപ്പ അവിടെ ഇരിപ്പായി. ഞാൻ അടുക്കളയ്ക്ക് ഓടി വന്നേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഭൂരിയും കടലക്കറി ഉണ്ടാക്കാനാട്ടോ. ഭൂരിനോട് ഇപ്പൊ വല്ലാത്തൊരു ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇപ്പൊ മിക്ക ദിവസം ഭൂരി തന്നെയാണ് നിങ്ങൾ കാണണം. മാവ് കുഴച്ചെടുക്കുക കേട്ടോ. ഇത്തിരി ടാസ്ക് ഉള്ള കാര്യം. ബാക്കി പണികളൊക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്തല്ലേ പറ്റൂ. എന്തായാലും കടലക്കറിക്കുള്ള സബോളയും പച്ചമുളക് അരിയണ നേരം കൊണ്ട് നമ്മുടെ ഓയില് ചൂടായി. ഭൂരി പൊരിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. ഭൂരി വടി പോലെ ആവാണ്ടിരിക്കാനേ നല്ല ചൂടോടെ അങ്ങോട്ട് പൊരിച്ചെടുത്താൽ മതി. ഞാനൊരു വീഡിയോയിൽ കണ്ടതാ. അങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നുണ്ട്. ഉരി റെഡി ആയപ്പോൾ കടലക്കറിയും കൂടെ ഒന്ന് കാച്ചണല്ലോ. അപ്പൊ സബോളയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ടുണ്ട്, വേപ്പിലും. അങ്ങനെ അതൊന്ന് മൂത്ത് വന്നപ്പോൾ മസാല ഇട്ടു. അതിലേക്ക് കടലയും കൂടെ വേവിച്ചിട്ടു. ഇവിടെ ചായ പരിപാടിയാണ്. ചായ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. കടലക്കറി കുറച്ചായിരുന്നു തിളയ്ക്കാണ്ട് കേട്ടോ. ആ നേരം കൊണ്ടാണ് ചായ റെഡിയാക്കിയത്. ഇനി നമ്മുടെ ഭൂരിനെ ചൂടാടുമ്പോഴേക്കും വേറെ ഒരു പാത്രത്തേക്ക് മാറ്റിയിടുക കേട്ടോ. അങ്ങനെ നമ്മുടെ കടലക്കറി തിളച്ചപ്പോഴേക്കും കുറച്ച് മല്ലിയിലും കൂടെ അരിഞ്ഞിട്ടു. ഒരു സ്റ്റൈല് കറിയാണ് ഞാൻ ഉദ്ദേശിച്ചെങ്കിലും സംഭവങ്ങളൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. എന്തായാലും സംഭവം പൊളിച്ചു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഒക്കെ കഴിഞ്ഞാൽ പിന്നെയുള്ള വലിയൊരു ടാസ്ക്കാണ് ഈ പാത്രം കഴുകൽ കേട്ടോ. രാവിലെ എടുത്ത എല്ലാ പാത്രങ്ങളും ഇങ്ങനെ ബേസിൽ കൊണ്ട് ഇടണോണ്ടേ പാത്രം കഴുകാൻ കുറച്ച് സമയം വേണം. അത് കഴിഞ്ഞ് നീരപ്പൻ്റെ അടുത്തേക്ക് ഓടി വന്നു. തുണികളും കൊണ്ടാ വന്നേക്കണം. കുറച്ച് മടക്കാണ്ടായിരുന്നേ. അവനും നല്ല വർത്താനം. കൂടുതൽ വിശേഷങ്ങളായിട്ട് ലെങ്ത് ഉള്ള വീഡിയോ കൂടെ കാണാം കേട്ടോ. അപ്പൊ ബൈ.